ഹായ്, എൻ്റെ പേര് നവ്യ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഡെലിവറിയുടെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ കുറേ കാലങ്ങളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പല കാരണങ്ങൾ കൊണ്ട് അത് ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതിന് കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ. അതിന് മുന്നേ ഉള്ളത് പിന്നെ ഉള്ളത് കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ ഞാനൊന്നും കുറച്ച് മുന്നേ ആയിട്ട് പറയാമെന്ന് എഴുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. എൻ്റെ ഡെലിവറി നടന്നത് UAE-യിലായിരുന്നു. UAE-യിൽ അബുദാബിയിലായിരുന്നു ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അബുദാബി സേഹ കോർണേഷ് ഹോസ്പിറ്റലാണ് എൻ്റെ ഡെലിവറി നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ എങ്ങനെയാണ്, എത്ര നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയർ എന്താണ് എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇതിൻ്റെ പേരിൽ തന്നെ വീഡിയോ ചെയ്യുന്നതാണ്. ഡെലിവറി എൻ്റെ ഡ്യൂ ഡേറ്റിന് ഒരു 1 വീക്ക് മുന്നേ തന്നെ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ഓണത്തിന് ടൈമിലാണ് ഞാൻ അഡ്മിറ്റ് ആയത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാണ് ഡെലിവറി നടന്നതും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇൻഡ്യൂസ് ചെയ്തിട്ടായിരുന്നു ഡെലിവറി. ഇൻഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെഡിസിൻ വെച്ചിട്ട് നമ്മൾ ഡെലിവറി പെയിൻ വരുത്തി നമ്മളങ്ങനെ ഡെലിവറി ആയതായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ പെയിൻ വന്നു, ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ചെറിയൊരു വീഡിയോ എല്ലാവരും കാണുക, അനുഗ്രഹിക്കുക. താങ്ക് യു. ലെറ്റ്സ് സീ. ഹലോ, അപ്പം ഞാനിതിൻ്റെ പുറത്തത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കോർണിഷിൻ്റെ ഒരു ഭാഗം കാണാൻ പറ്റും. അപ്പം നല്ലൊരു വ്യൂ ആയിരുന്നു അത്. പിന്നെ ഇവിടെ 3 ബെഡാണ് ഉള്ളത്. ഇത് എനിക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ബെഡ്, ഇത് പേഷ്യൻ്റ് ബെഡ്, അതായത് എൻ്റെ ബെഡ് തന്നെ. പിന്നെ ബേസ് സെൻറ്ററിലേക്കുള്ള ബെഡ്. എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി റെസ്റ്റ് എടുത്ത് തുടങ്ങി. കാരണം നമ്മൾ ഓണത്തിൻ്റെ അന്ന് അഡ്മിറ്റ് ആയി. അപ്പോൾ നല്ല ടയേർഡായിരുന്നു ഫുഡൊക്കെ കഴിച്ച്. പിന്നെ ഇത് വാഷ്റൂം. നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ചുറ്റുപാടൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഇത് കോറിഡോറ്. ഇവിടുന്ന് കയറുമ്പോൾ ഫസ്റ്റ് റൂമാണ് എനിക്ക് കിട്ടിയത്. ഈ വിങ്ങിൻ്റെ പേര് അഷ്റഫ് വിങ്, അഷ്റഫ് വാർഡ് എന്ന് പറയും. അവിടെ അഷ്റഫ് വാർഡ്, ജാസ്മിൻ വാർഡ്, അങ്ങനെ കുറേ വാർഡുകളായിട്ടാണുള്ളത്. ഇതിങ്ങനെ കയറുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഞാനങ്ങനെ ബോറടിച്ച് 2 സെൽഫിയൊക്കെ എടുത്തിരുന്നു. അങ്ങനെ സിസ്റ്റർ വന്നു, ക്യാനിലൊക്കെ ഇട്ടു. പിന്നെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു. ആസ് യൂഷ്വൽ ഞാൻ വിചാരിച്ച പോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു. ആ ടൈപ്പ് ബിരിയാണി ആയതുകൊണ്ട് എനിക്കത്ര ഇഷ്ടമായില്ല. പിന്നെ ഒരു സൂപ്പ്, ചിക്കൻ മഷ്റൂം സൂപ്പ്, പിന്നെ ഒരു സാലഡ്, അത് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് ക്യൂക്കമ്പർ, ചീസ് അങ്ങനെ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു സാലഡ്, പിന്നെ ഒരു ഡെസേർട്ട്. അങ്ങനെ ഞാൻ മെല്ലെ കഴിച്ച് തുടങ്ങി. ബിരിയാണി ട്രൈ ചെയ്തു. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അത് നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷെ നമുക്കധികം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഹോസ്പിറ്റൽ ഫുഡല്ലേ, നമുക്ക് തരുന്നത് അവരെല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ മെല്ലെ സാലഡ് ട്രൈ ചെയ്ത് തുടങ്ങി. ക്യൂക്കമ്പറും ഒലീവും ചീസും ടൊമാറ്റോ ഒക്കെ ആഡ് ചെയ്തൊരു സാലഡായിരുന്നു. അത്യാവശ്യം കൊള്ളായിരുന്നു. പക്ഷേ ചീസിനും ഒലീവിനും എന്താ പറയുക, ഭയങ്കര സോൾട്ടി ആയിരുന്നു അത്. അതുകൊണ്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, അത്ര ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞാൻ കഴിച്ചു കേട്ടോ, വെജിറ്റബിൾസ് അല്ലേ. അപ്പോൾ അത് കുറച്ച് കഴിച്ചു. പിന്നെ നല്ല സൂപ്പിലേക്ക് കിടന്നു. സൂപ്പ് അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നമുക്ക് സോൾട്ടും പെപ്പറും സെപ്പറേറ്റ് തരും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് യൂസ് ചെയ്യാം. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് അമ്മ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ മറുപടി പറഞ്ഞിങ്ങനെ സൂപ്പ് കുടിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മക്ക് കുറച്ച് കൊടുക്കാം, എന്നാൽ അമ്മയെ കൊണ്ട് കുടിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് വേണ്ട, നീ എന്നെ കുടിച്ചാൽ മതിയെന്ന്. അങ്ങനെ ഹസ്ബൻഡ് വന്നു. പിന്നെ നടന്ന കുറച്ചൊരു കോമഡിയാണ്. ഞാനിങ്ങനെ ഡെസേർട്ടും കഴിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഹസ്ബൻഡ് ചോദ്യം. പ്രസവവേദന പെട്ടെന്ന് പടപടിയൊന്നും ഉണ്ടാവുക, കുറച്ച് സമയം എടുക്കും. ചെറിയ ചെറിയ മാറ്റം ഉണ്ടാവും. ഒരു അരമണിക്കൂറായി വെച്ചിട്ട് ഒന്നുമില്ല. കിടക്കുന്നെന്ന് പറയേണ്ട താമസം എൻ്റെ ഹസ്ബൻഡ് കിടന്നുറങ്ങി. പിന്നെ അമ്മയും ഫോണൊക്കെ നോക്കി നല്ല കിടന്നു. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഉറക്കമില്ലാത്തത് കൊണ്ടും ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടും ഞാൻ ഇങ്ങനെ മെല്ലെ നടന്നു തുടങ്ങി. കാരണം ഞാൻ ഡ്യൂ ഡേറ്റിൻ്റെ 1 വീക്ക് മുന്നെയാണ് അഡ്മിറ്റ് ആയത്. ഡോക്ടറുടെയും എൻ്റെയൊക്കെ പ്രിഫർ നോക്കി അങ്ങനൊരു ഡേറ്റ് ചൂസ് ചെയ്യായിരുന്നു. പിന്നെ ഡ്യൂട്ടി ആയതുകൊണ്ട് എക്സസൈസ് ചെയ്യാനോ ഒന്നിനും ടൈം കിട്ടിയില്ല. അപ്പോൾ ഉള്ള ടൈം ഞാൻ അങ്ങനെ യൂസ് ചെയ്തു.
പിന്നെ ഒന്ന് നെയിൽ പോളിഷ് ഇട്ടു. ഇതൊക്കെ ഞാൻ എൻ്റെ മേക്കപ്പ് ബോക്സ് കരുതിയായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻ്റൊക്കെ നല്ല സുന്ദരിയായിട്ടാണ് വരിക. മേക്കപ്പൊക്കെ ചെയ്ത് നെയിൽ പോളിഷ് നെയിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത് എല്ലാവരും. അങ്ങനെയൊക്കെ പേഷ്യൻ്റാണ് ഉണ്ടാവാറ്. പിന്നെ ഹസ്ബൻഡ് കിടന്നു ഉറങ്ങി. നേരത്തെ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. അമ്മയും ഉറങ്ങി. എന്നാൽ പിന്നെ ഞാനും കുറച്ച് മയങ്ങാമെന്നൊക്കെ കരുതി. അന്ന് എനിക്ക് പെയിനും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ രാവിലെ എണീറ്റു. ഇതെൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു ആണ്. നമുക്ക് മൊബൈലിൽ എന്താ പറയുക, അവർ സ്കാൻ ചെയ്യാനൊരു QR കോഡ് തരും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാൻ പറ്റും. ഇതിൽ എല്ലാം നമ്മുടെ ഇഡ്ഡലി, ദോശ, പുട്ട് എന്നൊന്നും കിട്ടില്ല. എല്ലാം നമുക്ക് എന്താ പറയുക, കോമൺ ആയിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഫുഡാണ് കിട്ടുക. മോസ്റ്റ്ലി അറബിക് ആയിരിക്കും, എന്നാലും നമുക്ക് അത്യാവശ്യം നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഉണ്ട്. എനിക്കൊന്നും അധികം ഇവിടെ മലയാളികളൊക്കെ ഡെലിവറിക്ക് വരുന്നതുകൊണ്ട് നമുക്ക് നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ചപ്പാത്തി, ചന മസാല അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടും. ഞാനെപ്പോഴും മോർണിംഗ് ചപ്പാത്തി ചന മസാലയാണ് എടുക്കുന്നത്. പിന്നെ എനിക്ക് വിശപ്പ് താങ്ങാൻ മുടിയല്ലേ, അപ്പം ഞാൻ ഹസ്ബൻഡ് കൊണ്ടുവന്ന ഫുഡ് കഴിച്ചു തുടങ്ങി. എനിക്ക് മസാല ദോശ വാങ്ങിച്ചായിരുന്നു. പിന്നെ ഹസ്ബൻഡ് പൊങ്കൽ വാങ്ങി. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമുക്ക് ഓർഡർ ചെയ്ത ഫുഡ് വരാൻ കുറച്ച് ലേറ്റാവും. ഇതാണ് കോർണിഷ് ഹോസ്പിറ്റലിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. പേഷ്യൻ്റ് മാത്രമാണ്. ഒരു വെജിറ്റബിൾ ഓംപ്ലേറ്റ്, ചിന്ന മസാല, ഫ്രൂട്ട്സ്, ചപ്പാത്തി ഇപ്പൊക്കെ 2 പീസ്, പിന്നെ വെള്ളം, ഒരു സ്മൂത്തി. അപ്പോൾ നമ്മൾ അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം. ഇത് രാവിലത്തെ ചിന്നിൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് കോർണിഷ് ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി മസാല ദോശയും പൊങ്കലും. കുഴപ്പമില്ല, പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളാം കോർണിഷ് ഹോസ്പിറ്റലിൽ. ഇത് ചെന്ന മസാല എങ്ങനെയുണ്ട്? ചെന്ന മസാല അത് ഇടയില്ല. ആ പേഷ്യൻ്റ് ചിലപ്പോൾ പ്രഷർ അധികമാണെങ്കിൽ, പിന്നെ പെപ്പർ ഇഷ്ടമല്ലെങ്കിൽ നമ്മുടെ ചോയ്സാണത്. സ്ട്രോബെറി സ്മൂത്തിയാണ്. അടുത്തതായി ചിന്ന ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്തത് കട്ട് ഫ്രൂട്ട്സ് ആണ്. എങ്ങനെയുണ്ട് കട്ട് ഫ്രൂട്ട്സ്? ഫ്രഷ് അല്ലേ? എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്? സ്വീറ്റ് മെലൺ ഉണ്ട്, വാട്ടർ മെലൺ ഉണ്ട്, കിവിയുടെ ഒരു പീസ് ഉണ്ട്, പിന്നെ ഒരു പ്ലമ്മിൻ്റെ ചെറിയ കഷ്ണം ഉണ്ടായിരുന്നു, ഞാൻ കഴിച്ചു. പിന്നെ ഗ്രേപ്സും 2-3 ഗ്രേപ്സും. അങ്ങനെ ഫ്രഷ് അല്ലേ? അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. കാരണം ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ എൻ്റെ നോർമലി എനിക്ക് പെയിൻ വന്ന് ഞാൻ അഡ്മിറ്റ് ആയതല്ല, ഒരു ഇൻഡ്യൂസ് ചെയ്തിട്ടാണല്ലോ ഡെലിവറി. അപ്പോൾ ഞാനും കുറച്ച് ഇൻഡ്യൂസ് ചെയ്യാമെന്ന് കരുതി ഞാനിങ്ങനെ എക്സസൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ എന്താ പറയുക, എഫേർട്ട് എടുത്ത് ഒക്കെ ഞാൻ ചെയ്തു. ഞാൻ ഡെലിവറിക്ക് ഒരാഴ്ച മുന്നെയാണ് ചെറുങ്ങനെയെങ്കിലും എന്തെങ്കിലും എക്സസൈസൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ആകെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന ഒരു നടത്തം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കൂടുതലൊന്നും ഞാൻ ചെയ്തിരുന്നില്ല. പിന്നെ അവിടെ സ്റ്റെയർ കേസിൽ നല്ല സൗകര്യമായിരുന്നു, ഇങ്ങനെ എക്സസൈസ് ചെയ്യാനും നടക്കാനൊക്കെ ഭയങ്കര നല്ല സൗകര്യമായിരുന്നു. അപ്പോൾ AC ഇല്ല, കുറച്ചൊരു ചൂടുണ്ടാവുന്നുള്ളൊരു ബുദ്ധിമുട്ടേ അവിടെ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. വെന്റിലേഷൻ കുറച്ച് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ അവിടുന്ന് പരമാവധി ചെയ്തു. അപ്പോൾ ഏട്ടൻ പറഞ്ഞുകൊണ്ടുണ്ട്, വാ മതി കുറച്ച് റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു എന്താ പറയുക, വളരെ വലിയ ആഗ്രഹമായിരുന്നു നോർമൽ ഡെലിവറി ആവണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി എന്നെക്കൊണ്ടാവുന്നൊക്കെ ചെയ്തു. പിന്നെ ഞാനൊന്ന് ടയേർഡായി. പിന്നെ ഒരു വാട്ടർ മെലൺ ജ്യൂസ് എനിക്ക് ഏട്ടൻ വാങ്ങിച്ചു തന്നു. അത് കുടിച്ചപ്പോൾ കുറച്ചൊന്ന് റീഫ്രഷായി. പിന്നെ കൺട്രാക്ഷൻ നോക്കാൻ വേണ്ടിയിട്ട് വന്നു. NST എടുത്തു. അങ്ങനെ എൻ്റെ ഹാർട്ട് റേറ്റ് കാണാം, ഇവിടെ കൺട്രാക്ഷൻ റേറ്റ് കാണാം, കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് കാണാം. മോൻ്റെ ഹാർട്ട് റേറ്റാണ് കാണുന്നത് 150, 140 എന്നൊക്കെ. NST ഒക്കെ കഴിയുമ്പോഴേക്കും ലഞ്ച് എത്തിയിരുന്നു. അന്ന് ലഞ്ചിന് ബസുമതി റൈസും സോയാബീൻ കറിയായിരുന്നു. പിന്നെ അതുകൂടാതെ ഞാനൊരു സൂപ്പും പുഡിങ്ങും ചപ്പാത്തിയൊക്കെ എക്സ്ട്രാ ഓർഡർ ചെയ്തിരുന്നു. നമുക്ക്
അതിൽ ഓർഡർ ചെയ്യുന്ന എത്ര വേണമെങ്കിൽ ഓർഡർ ചെയ്യാം, അതിന് ലിമിറ്റേഷൻ ഇല്ല. പക്ഷേ ഒരു കാറ്റഗറി ഉണ്ട്, ബ്രെഡ് ചപ്പാത്തി ആ കാറ്റഗറിയിൽ നിന്ന് ഏതെങ്കിലും ഒന്നേ എടുക്കാൻ പാടുള്ളൂ, അങ്ങനെയുണ്ട്. പക്ഷേ എനിക്കത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. പക്ഷേ ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. പിന്നെ അതുപോലെ തന്നെ ഒരു എക്സ്പെക്റ്റേഷനോട് കൂടി ഓപ്പൺ ചെയ്ത സംഭവമായിരുന്നു ഈ പുഡിങ്. ഇത് മാംഗോ പിസ്താഷ്യോ പുഡിങ്. എനിക്ക് ഏട്ടൻ പുറത്ത് പോയപ്പോൾ അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ മാംഗോ ഒക്കെ ആഡ് ചെയ്ത് എന്താ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നല്ല സ്വീറ്റ് പുഡിങ് ആയിരുന്നു. പക്ഷേ അത് യോഗട്ടായിരുന്നു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ടൈപ്പ് കഴിക്കുന്നത്, അതുകൊണ്ടാണോ എനിക്കറിയില്ല, എനിക്കത്ര ഇഷ്ടമായില്ല. ഇതൊക്കെ കഴിയുമ്പോഴേക്കും എനിക്ക് പെയിൻ വന്നായിരുന്നു. പിന്നെ എന്നെ ഡെലിവറി റൂമിലേക്ക് മാറ്റി. അവർ നേരത്തെ വന്ന് അറിയിക്കും, റൂം അവൈലബിൾ ആവാൻ പോകുന്നുണ്ട്, നിങ്ങൾ റെഡി ആയിക്കോളും എന്ന് പറയും. അങ്ങനെ ഞാൻ റെഡിയായി അവിടത്തേക്ക്. പിന്നെ എനിക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് നല്ല പെയിനായിരുന്നു. പെനഡോൾ IV ഒക്കെ തന്നു, എന്നിട്ടും എനിക്കങ്ങനെ കുറഞ്ഞില്ല. പിന്നെ ഹസ്ബൻഡും അമ്മയും കൂടെ തന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് അത് വളരെ വലിയൊരു ആശ്വാസമായി. പെയിൻ സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. എനിക്കിതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഈ നീഡിൽ ഭയങ്കര പേടിയായിരുന്നു. കാരണം ഞാനിത് സ്ഥിരം കാണുന്നതുകൊണ്ടും എന്താ പ്രൊസീജിയർ എന്ന് അറിയുന്നതുകൊണ്ടും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ നല്ല വേദന പ്രതീക്ഷിച്ചു. പക്ഷേ ലോക്കൽ വന്നപ്പോൾ എനിക്ക് പെയിൻ അറിഞ്ഞേയില്ല. ലോക്കൽ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ നമുക്ക് തരിപ്പിക്കാൻ ഒരു ഇഞ്ചക്ഷൻ തരും. അതുകൊണ്ട് എനിക്ക് ആ വലിയ എന്താ പറയുക സൂചിയുടെ ഒരു വേദന പോലും അറിഞ്ഞില്ല. അപ്പം എനിക്ക് പെട്ടെന്ന് അത് കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ എപ്പിഡ്യൂറൽ ഇട്ട് കഴിഞ്ഞു. പിന്നെ എനിക്ക് വേദന ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡെലിവറിയിലെ പെയിനോ കാര്യങ്ങളോ അതിന് ശേഷം ഉണ്ടായിരുന്നില്ല. അതിന് മുന്നേ ഞാൻ മോർഫിൻ എടുത്തിട്ടായിരുന്നു. അവിടെ മോർഫിൻ, എൻഡനോക്സ്, നമുക്ക് അനസ്തേഷ്യപരമായിട്ട് നമ്മുടെ പെയിൻ കുറക്കാൻ വേണ്ടി അവർ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തപ്പോൾ എനിക്ക് നല്ല ആശ്വാസമായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് കാത്തിരുന്ന് ഞങ്ങൾ കുഞ്ഞോട്ടം വന്നു. അമ്മയേട്ടനൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു. ഇവർക്ക് ഡെലിവറി കാണാൻ പറ്റിയത് എനിക്ക് വളരെ സന്തോഷമായി. ഇതാണ് എൻ്റെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ തമാർ. മാഡം ആദ്യം വരില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു, കാരണം എൻ്റെ ഹോസ്പിറ്റലല്ല ഡെലിവറി ചെയ്ത് വേറെ ഹോസ്പിറ്റലാണ്. പക്ഷേ ലാസ്റ്റ് ആകുമ്പോൾ മാഡം പറഞ്ഞു എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല നവ്യ, ഞാൻ എങ്ങനെയായാലും വരുമെന്ന് പറഞ്ഞു. നൈറ്റിലായിരുന്നു ഡെലിവറി, അപ്പോൾ മാഡത്തിന് വരാൻ പറ്റി. അതുപോലെ തന്നെ എൻ്റെ ഡെലിവറിയിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്ന നഴ്സാണ് ഇത്, ആൻസി ചേച്ചി ട്രിവാൻഡ്രത്താണ്. അപ്പോൾ മലയാളി ആയതുകൊണ്ട് തന്നെ എനിക്കെല്ലാം ചോദിക്കാനും അറിയാനൊക്കെ പറ്റി. വേദന വരുമ്പോഴൊക്കെ ചേച്ചി എന്നൊക്കെ വിളിച്ച് ഞാനൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചു. പുള്ളിക്കാരി ഭയങ്കര സപ്പോർട്ടായിരുന്നു. നന്നായിട്ട് വിഷമിക്കേണ്ട, ഒക്കെ റെഡിയാവും, ഒക്കെ ഡോക്ടർ ഇപ്പോൾ വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ പരമാവധി ആശ്വസിപ്പിച്ചു. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ബ്ലെസ്സായിട്ട് തോന്നി ആ ടൈമിൽ ചേച്ചി അവിടെ ഉണ്ടായിരുന്നത്. ഇത് റൂമിൽ വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ്. എനിക്ക് ആ ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചേട്ടനും ഫുൾ എക്സൈറ്റഡ് ടെൻഷനൊക്കെ ആയിട്ടൊന്നും എടുത്തില്ല. കുഞ്ഞിനെ ജനിച്ച ഉടനെ നമ്മുടെ മുകളിലേക്ക് ബോഡിയിൽ ടച്ച് ചെയ്ത് കിടത്തും. അത് ബോഡി ടു ബോഡി ഒരു വാമ കിട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ നമ്മുടെ അകത്ത് കിടത്തും. പിന്നെയാണ് അവർ വാമറിലേക്ക് മാറ്റുന്നതും പിന്നെ വൈപ്പ് ചെയ്യുന്നതൊക്കെ. ഏട്ടനും കൊച്ചിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, കൈയൊക്കെ കാണിച്ച് എന്നെപ്പോലെ ഉണ്ടെന്നോ എന്നെപ്പോലെ ഉറങ്ങുന്നെന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരു തല പൊക്കിയപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണിത്. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഫവാസ്, പിന്നെ ധന്യ ചേച്ചി, സാൻ ചേച്ചി, മയാസ, ഇവരൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. അവരൊക്കെ വന്നു, ഫോട്ടോസൊക്കെ എടുത്തു, അങ്ങനെ ഹാപ്പിയായി. ഞാൻ ഡിസ്ചാർജ് ചെയ്യാൻ നിൽക്കുമായിരുന്നു. പിറ്റേന്ന് നഴ്സ് വന്ന് കുഞ്ഞിനെ കുളിപ്പിച്ച് തരും. എൻ്റെ ഡെലിവറി ഉണ്ടായിരുന്ന നൈറ്റാണ്, അതുകൊണ്ട് അവർ പിറ്റേന്ന് വന്നാണ് കുളിപ്പിച്ച് തന്നെ. ഞാൻ പിന്നെ മോനെ താരാട്ട് പാട്ടൊക്കെ പാടി അങ്ങ് ഉറക്കി. നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചിലാടാലോ, നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചിലാടാലോ, പൂഞ്ചിലാടാലോ. 2 ഡേയ്സിനുള്ളിൽ തന്നെ അവിടെ നോർമൽ ഡെലിവറി ആയി ഡിസ്ചാർജ് കിട്ടും. അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. പിന്നെ മോൻ്റെ പരിപാടിയൊക്കെ ഹസ്ബൻഡാണ് നോക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു എപ്പിഡ്യൂറലിൻ്റെ. എനിക്ക് തോന്നുന്നത് കോമൺ ആണെന്ന് തോന്നുന്നു, കാരണം എപ്പിഡ്യൂറലും നന്നായിട്ട് നമ്മൾ പ്രഷറൊക്കെ കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വളരെ ടയേർഡായിരുന്നതിന് ശേഷം എനിക്ക് ആ ബാക്ക് പെയിൻ മാറാൻ കുറച്ച് ലേറ്റായി. പിന്നെ ഞാൻ കുറച്ച് റെമഡീസൊക്കെ എടുത്തിട്ടാണ് അത് കുറഞ്ഞത്. ഹസ്ബൻഡ് മോനോട് കൂട്ടായി അവനെ കളിപ്പിക്കാനും നോക്കാനൊക്കെ. നമുക്ക് 2 പേർക്ക് ലീവായിരുന്നു കുറച്ച് നാൾ. അങ്ങനെ 2 പേരും അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി കഴിഞ്ഞു.